റഷ്യൻ കൂലി പട്ടാളത്തിൽ ചേർന്ന മലയാളി യുവാവിന് മോചനം. യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നതിന് ഇടയിലാണ് ഇപ്പോൾ നാട്ടിലേക്ക് എത്താൻ കഴിഞ്ഞത്. മൂന്നാളുണ്ടായിരുന്നു. ബിനിലേട്ടനും ഉണ്ടായിരുന്നു, പിന്നെ സന്ദീപും ഉണ്ടായിരുന്നു. സന്ദീപ് കഴിഞ്ഞ കൊല്ലം പറഞ്ഞു. ബിനിലേട്ടൻ്റെ ഞങ്ങൾക്ക് ഒരുമിച്ചായിരുന്നു. ഒരു 5-ാം തീയതി ആയിരുന്നു, ജനുവരി 5-ാം തീയതി ആയിരുന്നു പുള്ളിക്ക് അപകടം പറ്റിയിട്ട്. എനിക്ക് 6-ാം തീയതി അപകടം പറ്റുമായിരുന്നു. അതിന് വേറെ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഫുഡിൻ്റെ ജോലിയായിരുന്നു ഉണ്ടായിരുന്നത്. ഫുഡ് താഴത്തെ ക്യാമ്പിൽ നിന്ന് എടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് എത്തിക്കുന്ന ജോലിയായിരുന്നു ഞങ്ങൾക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അവസാനം ഇവർ കൊണ്ടുപോകുമ്പോൾ ഞങ്ങളുടെ കൂടെയും ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയിരുന്നു ചെയ്തതാണ്. അതാണ് അപകടം പറ്റിയത്. മകൻ തിരിച്ചു വന്നതിന്റെ ആശ്വാസം അമ്മ പങ്കുവച്ചു. സന്തോഷം. അതിലും കൂടെ പോയി അവൻ്റെ അടിയൻ തിരിച്ചു വരാത്തതിൽ അവൻ്റെ ബോഡിയെങ്കിലും എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്നാണ് ഞങ്ങൾക്ക് ഇനിയിപ്പോൾ പറയാനുള്ളത്. ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ അവൻ വരുന്നതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ അതുപോലെ തന്നെ പിന്നെ കുറേ ആൾക്കാർ ഞങ്ങളുടെ അവിടെ എല്ലാവരും കുറേ ആൾക്കാർ അവർക്ക് രണ്ടാൾക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ബിന്നിൽ 2 ആളും ഒപ്പമാണ് പോയത്. അവന് തിരിച്ചു വരാൻ പറ്റിയില്ല. അവൻ്റെ ബോഡി വരെ എവിടെയാണ് എന്താണ് ഒന്നും അറിയില്ല. അപ്പം ഞങ്ങൾക്ക് അതേപോലെ സങ്കടമുണ്ട്. 2 ആളൊപ്പം പോയി, ഒരാൾ മാത്രം തിരിച്ചു വരണേ. എൻ്റെ മോൻ വരണേന് എനിക്ക് ഒത്തിരി 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 സന്തോഷമുണ്ട്. ജെയിൻ ഇന്ന് രാവിലെയാണ് അറിയിച്ചത് ഡൽഹിയിലെത്തിയെന്ന് പറഞ്ഞിട്ട്. അതുവരെ നമുക്കറിയില്ലായിരുന്നു എന്താണ് അവിടെ നടക്കുന്നത്. ക്യാമ്പിലേക്ക് തിരിച്ച് പോകേണ്ടി വരും എന്നാണ് ലാസ്റ്റ് വന്ന മെസ്സേജ്. അതിന് ശേഷം തിരിച്ചെത്തി ഡൽഹിയിലെത്തിയ സന്തോഷമുണ്ട്. പക്ഷേ ഒരു വിഷമം കൂടി ഉള്ളത്, രണ്ടുപേരും കൂടി ഒരുമിച്ച് പോയി. ഒരാൾക്ക് തിരിച്ചെത്താൻ പറ്റിയിട്ടില്ല, അതിൻ്റെ വിഷമം കൂടിയുണ്ട്. MS ലിഷോയുണ്ട് വിവരങ്ങളുമായി. ലിഷോയ്, റഷ്യൻ കൂലി പട്ടാളത്തിൽ ചേർന്ന മലയാളി യുവാവ് തിരികെ നാട്ടിലേക്ക് എത്തുമ്പോൾ കുടുംബാംഗങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ഇയാൾ നാട്ടിലേക്ക് സുരക്ഷിതമായി എത്തുമ്പോൾ വ്യക്തമാകുന്നുണ്ടോ? അതായത് ആദ്യം ഇലക്ട്രിക്കൽ വർക്കുകളുടെ ജോലിക്ക് വേണ്ടിയാണ് ഇവർ ഇവിടെ നിന്ന് പോകുന്നത്. പിന്നീട് അവിടെ എത്തിയതിനു ശേഷമാണ് ഈ ജോലി ഇത്തരത്തിലുള്ളതാണ് എന്ന് മനസ്സിലാകുന്നത്. റഷ്യൻ പട്ടാളത്തിന് ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം എത്തിക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ഇവരെ ഏൽപ്പിച്ചിരുന്ന ജോലി എന്ന് പറയുന്നത്. പിന്നീടാണ് ഈ യുദ്ധത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞ സമയത്താണ് ഇവർക്ക് പിന്നീട് ഫ്രണ്ട് ലൈനിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അതോടുകൂടി ഇവർക്ക് നേരെയും ആക്രമണം ഉണ്ടാകുകയും ഷെല്ലാക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. കൂടെ പോയിരുന്ന ഈ യുവാവിന്റെ കൂടെ പോയിരുന്ന മറ്റു 2 പേർ മരണമടയുകയും ചെയ്തിരുന്നു. ഒരാളുടെ ബിനിൽ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ മൃതദേഹം ഇതുവരേക്കും ഇങ്ങോട്ടേക്ക് എത്തിക്കാനായി കഴിഞ്ഞിട്ട് പോലുമില്ല. ജയിലിന്റെ ബന്ധുവാണ് ബിനിൽ. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇതുവരേക്കും എത്തിക്കാനും കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ജയിലിന് മോചനം ലഭ്യമാകുന്നത്. അതായത് നിരന്തരമായ ഇടപെടലുകൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. പലരെയും പ്രധാനമന്ത്രി ഉൾപ്പെടെ ഈ ജയിലിന്റെ കുടുംബം ബന്ധപ്പെടുകയും ഇത്തരത്തിൽ മോചനത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. പിന്നീട് ഉണ്ടായ ചർച്ചകൾക്കൊടുവിലാണ് ഇത്തരത്തിൽ മോചനം ലഭ്യമായതെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ നെടുമ്പാശ്ശേരിയിലെത്തി ജയിൻ അല്പസമയത്തിനകം തന്നെ വടക്കാഞ്ചേരിയിലുള്ള വീട്ടിലേക്ക് എത്തും. ഏകദേശം 3 മണിയോടെ.